ദൂതർ പാടും ആറ്റിൻ തീരെ എന്ന പ്രസിദ്ധമായ മലയാള ക്രിസ്തീയ ഭക്തിഗാനം ഷാൽ വി ഗ്യാദർ അറ്റ് ദ റിവർ എന്ന വിഖ്യാത ഇംഗ്ലീഷ് ഗാനത്തിന്റെ മലയാള പരിഭാഷയാണ്. റോബർട്ട് ലോറി ഈ ഗാനം രചിച്ചതിന് പിന്നിൽ വളരെ വികാരാതീതമായ ഒരു പശ്ചാത്തലമുണ്ട്. 1864 അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ വരികൾ പറഞ്ഞത്. സിംഹാസനത്തിൻ മുൻപിൽ നാമും ഗീതം പാടുവോ. 1864 ജൂലൈ മാസത്തിൽ ന്യൂയോർക്ക് നഗരത്തിൽ അതിഭീകരമായ ചൂടും അതോടൊപ്പം കോളറ മഹാമാരിയും പടർന്നു പിടിച്ചു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന ആ സമയത്ത് റോബർട്ട് ലോറി ബ്രൂക്ലിനിൽ തന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. രോഗം ബാധിച്ച് തന്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി വിട്ടുപിരിയുന്നത് കണ്ട് വിശ്വാസികൾ വലിയ നിരാശയിലായിരുന്നു. മരണഭയവും വേർപാടും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ സഭയിലെ പലരും പരസ്പരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്: നമ്മൾ ഇനി എന്ന് കാണും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് കൂടുമോ? ഈ ചോദ്യം റോബർട്ട് ലോറിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒരു ദിവസം ഉച്ചയ്ക്ക് ചൂടിൽ തളർന്ന് തന്റെ മുറിയിൽ വിശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ആറ്റിൻ തീരത്ത് ദൈവസിംഹാസനത്തിന് മുന്നിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദൃശ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു. ബൈബിളിലെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിലെ വരികളാണ് അദ്ദേഹത്തിന് പ്രചോദനമായത്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടിക തുല്യമായ ജീവജല നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. ഈ വചനം ഓർത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഷാൽ വി ഗ്യാദർ അറ്റ് ദ റിവർ? നമ്മൾ ആറ്റിൻ തീരത്ത് ഒത്തുചേരുമോ? പെട്ടെന്ന് തന്നെ അതിന്റെ മറുപടിയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. യെസ്, വി വിൽ ഗ്യാദർ അറ്റ് ദ റിവർ. അതെ, നമ്മൾ ആ ആറ്റിൻ തീരത്ത് ഒത്തുചേരും. ആ നിമിഷം തന്നെ അദ്ദേഹം വരികൾ കുറിക്കുകയും തന്റെ പിയാനോയിൽ അതിന് ഈണം നൽകുകയും ചെയ്തു. മരണത്തിന്റെ നിഴലിൽ ഭയപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് മരണത്തിനപ്പുറം മനോഹരമായ ഒരു ഒത്തുചേരലുണ്ട് എന്ന പ്രത്യാശ നൽകാനാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. മഹാമാരിയും യുദ്ധവും കാരണം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് സ്വർഗതീരത്ത് വെച്ച് വീണ്ടും കാണാമെന്ന ഉറപ്പ് നൽകുന്ന ഒരു പ്രത്യാശയുടെ ഗാനമായി ഇത് മാറി. സ്വർണ്ണകാലമെല്ലാം വണങ്ങും ക്രിസ്തേശുവേ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തന്നെ മിഷണറിമാർ വഴി കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ഈ ഗാനം എത്തിച്ചേർന്നു. ഈ ഗാനം അതേപടി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണെന്ന് ഉറപ്പിച്ച് പറവാൻ ആവശ്യമായ തെളിവുകൾ നിലവിൽ ലഭ്യമല്ല. പലപ്പോഴും ഇത്തരം പഴയ ഗാനങ്ങളുടെയും വിവർത്തനങ്ങളുടെയും രചയിതാക്കൾ അത്ര വ്യക്തമായിരിക്കില്ല. മരണാനന്തരമുള്ള പ്രത്യാശയെ ഇത്രത്തോളം ലളിതമായി അവതരിപ്പിക്കുന്ന മറ്റൊരു ഗാനം മലയാളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സിംഹാസനത്തിൻ മുൻപിൽ നാമും ഗീതം പാടുവോ. ഷാൽ വി ഗ്യാദർ അറ്റ് ദ റിവർ എന്നതിനെ ദൂതർ പാടും ആറ്റിൻ തീരെ എന്ന് വിവർത്തനം ചെയ്തപ്പോൾ ഒരു വിദേശ ഗാനമാണെന്ന തോന്നലില്ലാതെ തന്നെ അത് സാധാരണക്കാരായ മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് പതിഞ്ഞു. ലളിതമായ ഈണം ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ ഈ ഗാനം വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടു. കേരളത്തിലെ മിക്കവാറും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും അവരുടെ ആരാധനാക്രമത്തിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യാശയുടെ ഗാനമായതിനാൽ മരണവീടുകളിലും സംസ്കാര ശുശ്രൂഷകളിലും ഇത് ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറി. ഈ ഗാനത്തിന് നൽകിയിരിക്കുന്ന സംഗീതത്തിന്റെ ഔദ്യോഗിക നാമം ഹാൻസൺ പ്ലേസ് എന്നാണ്. റോബർട്ട് ലോറി ശുശ്രൂഷ ചെയ്തിരുന്ന പള്ളിയുടെ പേരാണിത്. ഈ ഗാനം ആദ്യമായി പാടിയതും ഈ പള്ളിയിലെ കുട്ടികളായിരുന്നു. പിന്നീട് 1865 ഹാപ്പി വോയിസസ് എന്ന സൺഡേ സ്കൂൾ ഗാന സമാഹാരത്തിൽ ഇത് അച്ചടിച്ചു വന്നു. ഈ ഗാനം കേവലം പള്ളികളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ലോകത്തിലെ പ്രശസ്തരായ പല ഗായകരും ഇത് സ്വന്തം ശൈലിയിൽ പാടിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള നിരവധി ക്ലാസിക് സിനിമകളിലും ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രശസ്തമായ ചില വീഡിയോ ഗെയിമുകളിലും ഈ ഗാനം ഒരു പശ്ചാത്തല സംഗീതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോബർട്ട് ലോറി ഈ ഗാനം ഒരു ബ്രാസ് ബാൻഡ് ശൈലിയിൽ വേഗത്തിൽ പാടാനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ മലയാളം ഉൾപ്പെടെയുള്ള പല ഭാഷകളിലും ഇത് വളരെ സാവധാനം പാടുന്ന ശൈലിയിലാണ് പിന്നീട് വന്നത്. ഈ ഗാനം രചിച്ചപ്പോൾ അന്നത്തെ ചില കർക്കശക്കാരായ സഭാധികാരികൾ ഇതിനെ വിമർശിച്ചിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഭക്തിഗാനങ്ങൾ വളരെ ഗൗരവമേറിയതും ദുഃഖഭരിതവുമായ ഈണത്തിലായിരുന്നു പാടിയിരുന്നത്. എന്നാൽ റോബർട്ട് ലോറി ഇതിന് നൽകിയിരുന്ന ഈണം വളരെ വേഗതയുള്ളതും
സന്തോഷം തോന്നിപ്പിക്കുന്നതുമായിരുന്നു. മരണം ഒരു ആഘോഷമായി ചിത്രീകരിച്ചു എന്നതായിരുന്നു പ്രധാന ആക്ഷേപം. എന്നാൽ കാലക്രമേണ ഈ സന്തോഷം തന്നെയാണ് ഗാനത്തെ ലോക പ്രശസ്തമാക്കിയത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും ഈ ഗാനം അവിടുത്തെ പ്രാദേശിക ഗോത്രഭാഷകളിൽ വരെ പാടാറുണ്ട്. റോബർട്ട് ലോറി ഒരു സംഗീതജ്ഞൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു പണ്ഡിതനായിരുന്നു. ഈ പാട്ട് ഞാൻ എഴുതിയതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് അത് ഒഴുകി വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പേര് ഈ പാട്ടിനേക്കാൾ വലുതാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. റോബർട്ട് ലോറി ഒരു മികച്ച സംഗീതജ്ഞനായിരുന്നുവെങ്കിലും അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രസംഗങ്ങളിലൂടെ ആളുകൾ എന്നെ ഓർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഞാൻ എഴുതിയ പാട്ടുകളിലൂടെയല്ല. എന്നാൽ ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത് ഷാൽ വി ഗ്യാദർ അറ്റ് ദി റിവർ എന്ന ഒറ്റ ഗാനത്തിലൂടെ. പാടുമാറ്റിൻ തീരെ നാമും ചെന്നുകൂടുവോ, ദൈവസിംഹാസനത്തിൻ മുൻപിൽ നാമും ഗീതം പാ